Hi friends, welcome back. 20,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കുറച്ച് സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെയാണ്? എല്ലാ റേഞ്ചിലുള്ള 20,000 രൂപ റേഞ്ചിൽ 15,000-നും 20,000-നും ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണ്? അതേപോലെ നോർമൽ യൂസിനാണെങ്കിൽ ഏതാണ് നല്ലത്? അതുപോലെ ഗെയിമിങ്ങിനാണെങ്കിൽ ഏതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ? അങ്ങനെ ഇത്തിരി വെറൈറ്റി ആയ ഏറ്റവും നല്ല ഫോണുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോ. ഹായ്, അപ്പോൾ 20,000 രൂപ താഴെ വരാവുന്ന ഏറ്റവും നല്ല കുറച്ച് സ്മാർട്ട് ഫോണുകൾ പല റിക്വയർമെന്റിനനുസരിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു നോർമൽ യൂസറാണ് നമ്മുടെ ബഡ്ജറ്റ് 20,000 രൂപ റേഞ്ചിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫോണുകളാണ് നമുക്ക് നല്ലതായിരിക്കുക? അതിനുശേഷം അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം ഗെയിമിങ്ങിന് ഇതിൽ ഏതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഏറ്റവും നന്നായിരിക്കുക 20,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചിന്തിക്കാം. ബട്ട് ഒരു നോർമൽ യൂസർ ആണെങ്കിൽ 20,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഫോണായിട്ട് ഞാൻ കാണുന്നത് Realme 7 Pro ആണ്. കാരണം ഞാൻ പറയാം. ആദ്യമായിട്ട് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ വളരെ നല്ല കോമ്പാറ്റബിൾ ആയിട്ട് കയ്യിൽ സുഖമായിട്ട് പിടിക്കാൻ കഴിയുന്ന, ഓവർ വെയിറ്റ് ഓവർ തിക്നെസ് ഒന്നും ഇല്ലാത്ത വളരെ കംഫർട്ടബിൾ ആയ ഒരു ഫോണാണ്. അപ്പോൾ നോർമലി യൂസിന് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ് എന്ന സാരം. ഡിസ്പ്ലേ നോക്കിയാൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. സോ ഏറ്റവും നല്ല വ്യൂവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ്. ആ ഡിസ്പ്ലേയിൽ ഗെയിം കളിക്കാവട്ടെ, സിനിമ കാണാവട്ടെ, എന്ത് തന്നെ ആവട്ടെ, നമുക്ക് അവിടെ സ്റ്റീരിയോ സൗണ്ടിന്റെ സപ്പോർട്ട് ഉണ്ട്. മുകളിലും താഴെയും സ്പീക്കേഴ്സ് ഉണ്ട്, രണ്ടും സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു സ്റ്റീരിയോ സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഡിസ്പ്ലേയും സൗണ്ടും കാര്യങ്ങളും നോക്കിയാൽ ഒരു ഓവറോൾ ഗുഡ് സെറ്റപ്പ് ആണ്. 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. 4500 mAh ബാറ്ററിയെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റസ്റ്റ് ആയ ഒരു ചാർജിങ് സംവിധാനമാണ്. ബാറ്ററി ലൈഫ് 4500 ഉള്ളൂ, 4500 mAh ഉള്ളൂ. ബട്ട് ഇതിന്റെ OS റിയൽമിയുടെ പുതിയ Realme UI എന്ന് പറയുന്ന സംഗതി വളരെ നല്ലൊരു എഫിഷ്യൻ്റ് ആയ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ ആ 4500 mAh മറ്റു ചില ഫോണുകളിൽ കാണുന്ന 5500 mAh ബാറ്ററിയുടെ ഒരു പവർ ഈ ഒരു ഫോണിന് കൊടുക്കുന്നുണ്ട്. സോ ഒരു നല്ല ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിന്റെ OS നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ആയതുകൊണ്ടാണ് അത് സാധ്യമാവുന്നത്. സോ നല്ലൊരു ബാറ്ററി ലൈഫ് ഉണ്ട്, നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഇതിനകത്ത് വരുന്നുണ്ട്. പെർഫോമൻസ് നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 720 ഒരു ഡീസൻ്റ് ആയി 20,000 രൂപയ്ക്ക് താഴെ ഏറ്റവും നല്ല പ്രോസറുകളിൽ ഒന്ന് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 720. സോ ഒരു മികച്ച പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 2 സിം ഇടാം, മെമ്മറി കാർഡ് ഇടാം, സോ ട്രിപ്പിൾ കാർഡ് സെറ്റപ്പ്, ഓവറോൾ എല്ലാം കൊണ്ട് തന്നെ ഒരു നല്ല കിടിലൻ സെറ്റപ്പാണ് ഈ ഒരു പ്രൈസിന്. 64 MB മെയിൻ ക്യാമറ, ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. സോ ഓവറോൾ Realme 7 Pro ആണ് എനിക്ക് 20,000 റേഞ്ചിൽ ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോൺ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ആവശ്യം ഇതുപോലെ ഒരു നോർമൽ യൂസ് ആണെങ്കിൽ, നോർമൽ യൂസിന് മാത്രമല്ല ഗെയിമിങ്ങിനും ഇത് അടിപൊളി തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. ഒരു നല്ല ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ലൈറ്റ് വെയിറ്റ് ഫോൺ വേണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ഏറ്റവും നന്നായിരിക്കുക. സോ ഓവറോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ എന്ന് പറയുന്നത് Realme 7 Pro ആണ്. ഇനി ഈ റേഞ്ചിലെ അടുത്ത ഫോൺ എന്ന് പറയുന്നത് Poco X3 ആണ്. 6GB RAM 128GB സ്റ്റോറേജിന് 18,000 രൂപയാണ് വരുന്നത്. 18,500 ആണ്. ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും ഇതൊരു അടിപൊളി ഓപ്ഷനാണ്. ഇതിന്റെ ന്യൂനത എന്ന് പറയുന്നത് ഇത്തിരി തിക്നെസ് കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ ഒരു ഫോൺ അടിപൊളി ഫോണാണ്. നമുക്ക് Realme 7 Proയിൽ പറഞ്ഞ പോലെ 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങോ AMOLED ഡിസ്പ്ലേ ഒന്നുമില്ല. ബട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ല ഓപ്ഷനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ LCD ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.67 ഇഞ്ച് എന്ന് പറയുന്ന വലിയൊരു ഡിസ്പ്ലേ ആണ്. അത് തന്നെ 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഉണ്ട്. സോ ഓവറോൾ ഒരു സ്മൂത്ത് ആയ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ PUBG ഇപ്പോൾ റിട്ടേൺ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു സമയത്ത് അതിൽ കൂടിയ റീഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കുറെ കൂടി നന്നായിരിക്കും. ബട്ട് ആ ഒരു ലെവലുള്ള പെർഫോമൻസ് ആ സിസ്റ്റം കൂടി തരുമെന്ന് വിചാരിക്കാം. Poco X3 ഓൾറെഡി നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. സോ ഓവറോൾ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോണാണ്. അതിന് പറ്റിയ ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് അടക്കമുള്ള സംവിധാനങ്ങളുള്ള ഫോണാണ് Poco X3. സോ Poco X3 നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗെയിമിങ്ങിനൊക്കെ വേണ്ടി ഒരു ഫോൺ നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇതിന്റെ ഡിസൈൻ നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി തിക്നെസ് കൂടുതലാണ്, ഇത്തിരി വലിയ ഫോണാണ്, ഫോം ഫാക്ടർ റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്. അങ്ങനെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനിക്കുക. ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ, കണ്ടു നോക്കുക. ഓവറോൾ ഡിസൈൻ വൈസ് ഈ തിക്നെസ് ഒഴിച്ച് നിർത്തിയാൽ ബാക്കി ഇതിന്റെ പെർഫോമൻസും ബാറ്ററി ലൈഫ് 6000 mAh ഉണ്ട്. ഈ റീഫ്രഷ് റേറ്റ് അടക്കമുള്ള നിങ്ങൾ ഗെയിം കളിക്കുമ്പോഴും ഒരു നല്ല ബാറ്ററി ലൈഫ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിന്റെ ക്യാമറ നോക്കി കഴിഞ്ഞാൽ ഓവറോൾ ഒരു ഗുഡ് ക്യാമറ സെറ്റപ്പ് ആണ്. ഞാൻ ഓൾറെഡി അതിന്റെ ക്യാമറ റിവ്യൂ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടു നോക്കുക, ഈ ചാനലിലുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അനിയത്തി ആദി സർഗ എന്ന് പറയുന്ന ചാനൽ നടത്തുന്നുണ്ട്, ആദിത്യ. അവളുടെ ചാനലിൽ ലേറ്റസ്റ്റ് ആയ ഏറ്റവും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോണിനകത്ത് ഷൂട്ട് ചെയ്തിട്ടാണ്. അതും ഇൻഡോറിലാണ്. ഇൻഡോറിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ലൈറ്റിന്റെ സഹായമൊന്നും ഇല്ല, അത് ജസ്റ്റ് നോർമലി ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് അവർ. ആ ഒരു വീഡിയോ വേണമെങ്കിൽ കണ്ടു നോക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ Poco X3 ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫോൺ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം അതിന്റെ ക്യാമറയുടെ കപ്പാസിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഡോറിനകത്ത് ആ ഒരു ക്വാളിറ്റി തരുന്നുണ്ട്. ഡേ ലൈറ്റിൽ എക്സലന്റ് ക്വാളിറ്റിയാണ്. നമ്മുടെ ക്യാമറ റിവ്യൂ വേണമെങ്കിൽ
കണ്ടു നോക്കാം. ബട്ട് അത് മുമ്പത്തെയാണ്. കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആദ്യ സർക്കാർ എന്ന ചാനലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഔട്ട്ഡോർ കറണ്ട് സിറ്റുവേഷനിൽ ഔട്ട്ഡോർ ലെവൽ എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അവർ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഔട്ട്ഡോറിലാണ്. സോ അവരുടെ ചാനലിൽ അടുത്തായിട്ട് വരാൻ പോകുന്നത് പോക്കോ X3 തന്നെ ഷൂട്ട് ചെയ്യുന്ന അടുത്ത ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആയിരിക്കും. കണ്ടു നോക്കുക. ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ടും ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് പോക്കോ X3യുടെ ക്യാമറ ക്വാളിറ്റിയും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ റേഞ്ചിൽ കുറച്ച് ഒന്ന് രണ്ട് നല്ല ഫോണുകൾ വേറെയുണ്ട്. പോക്കോ X2 X3യുടെ മുമ്പത്തെ വെർഷനാണ് X2. ആ ഫോണും ഒരു നല്ല ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ്സും കാര്യങ്ങളും അത്ര ഇഷ്ടമാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റീരിയോ സ്പീക്കറും 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ തിക്നെസ് കുറഞ്ഞ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയ ഒരു ഫോണാണ് പോക്കോ X2. ആ ഫോൺ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. അതിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് 6GB RAM 128GB സ്റ്റോറേജിന് സെയിം 18500 തന്നെയാണ്. 6.67 LCD ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 64MP ക്വാഡ് ക്യാമറ, 20MP സെൽഫി ക്യാമര, 4500 mAh ബാറ്ററി അതിനകത്ത് വരുന്നുള്ളൂ. 27 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 730G പ്രോസസർ. ഓവറോൾ പോക്കോ X2 ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാവുന്ന നല്ല ഫോണാണ്. ബട്ട് ഈ ഒരു തിക്നെസ് കൂടുതൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്ക് പാനലിൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. നോർമൽ യൂസർക്കൊന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പോക്കോ X3 ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരിക്കുക. ആ ഒരു തിക്നെസ്സും വെയിറ്റും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് പോക്കോ S2ലേക്ക് നോക്കാം. അത് ഇപ്പോഴും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് പോക്കോയുടെ ഫോണേ വേണ്ട എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, പകരം നിങ്ങൾക്ക് ഷവമിയുടെ ഫോൺ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 9 Pro Max എന്ന് പറയുന്നത് ഇതേ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. 6GB RAM 128GB സ്റ്റോറേജിന് അതിനും 18500 തന്നെയാണ്. ഈ 3 ഫോണുകളും പോക്കോ X3, X2, ഈ റെഡ്മി നോട്ട് 9 Pro Max എല്ലാത്തിനും 6128ന് 18500 തന്നെയാണ്. മറ്റ് വേരിയന്റുകൾക്ക് വില കൂടിയും കുറഞ്ഞിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റെഡ്മി നോട്ട് 9 Pro Maxലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്കോ X3 വേണ്ട, X2ഉം വേണ്ട എന്ന് ചിന്തിച്ചാൽ മൂന്നാം സ്ഥാനത്ത് നമുക്ക് റെഡ്മി നോട്ട് 9 Pro Maxനെ പരിഗണിക്കാം. 64MP ക്വാഡ് ക്യാമറയും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 720 എന്ന് പറയുന്ന ഡീസന്റ് ആയ ഒരു പ്രൊസസർ ഉണ്ട്. 6.67 തന്നെയാണ് അതിന്റെ ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ തന്നെയാണ്. 5020 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും എല്ലാം അതിനകത്തും വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോക്കോ എന്ന ബ്രാൻഡിന്റെ ഫോണുകൾ വേണ്ടാന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഷവമിയുടെ തന്നെ റെഡ്മി നോട്ട് 9 Pro Max ഒരു കിഡിലൻ ഓപ്ഷനാണ്, അത് പരിഗണിക്കാം. സോ ഷവമിയുടെ ഈ 3 ഫോണുകളുണ്ട്. അത് ഞാൻ പ്രിഫറൻസ് അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ്. പോക്കോ X3 ഫസ്റ്റ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ X2, അതും വേണ്ടാന്ന് ചിന്തിക്കുന്നെങ്കിൽ റെഡ്മി നോട്ട് 9 Pro Max. ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. എല്ലാം നല്ലൊരു പെർഫോമൻസിൽ, നോർമൽ യൂസർ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാം. എല്ലാം ഏറെക്കുറെ ഒരേ ക്വാളിറ്റി നിങ്ങൾക്ക് തരും. പിന്നെ റെഡ്മി നോട്ട് 9 Pro Maxന് ഒരു എക്സ്ട്രാ ഫീച്ചർ ഉള്ളത് അതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. പോക്കോ X2ലോ X3ലോ ഈ ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സൗകര്യമില്ല, അവിടെ ഹൈബ്രിഡ് ആണ്. അപ്പോൾ നിങ്ങൾ 2 സിമ്മും മെമ്മറി കാർഡും ഒരുമിച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9 Pro Max തന്നെ എടുക്കുന്നതായിരിക്കും നല്ല കാര്യം. ഓവറോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ബെസ്റ്റ് ഇൻ ക്ലാസ് തന്നെയാണ്. സോ റിയൽമി, റെഡ്മി ഈ 2 ബ്രാൻഡുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനി അവിടെ വരുന്നത് നമുക്ക് സാംസങ് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ M31s എന്ന ഫോൺ എടുക്കാം. 9610 എന്ന് പറയുന്ന എക്സിനോസ് പ്രോസറാണ് അതിനകത്ത് വരുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ഓവറോൾ 64 മെഗാപിക്സൽ ക്വാഡ് ക്യാമറയും 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയൊക്കെ ആയിട്ട് ഒരു ഡീസന്റ് ആയ സാംസങ് ഫോണാണ് M31s. നിങ്ങൾക്ക് M31s എന്ന മോഡൽ വേണ്ട, വേറൊരു മോഡൽ വേണമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ F41 നിങ്ങൾക്ക് എടുക്കാം. അതും ഇതേപോലത്തെ ഫീച്ചറൊക്കെ തന്നെയാണ്. 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് മാത്രമേ വരുന്നുള്ളൂ. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇല്ല. ബട്ട് ഓവറോൾ F41ഉം 15000 മുകളിൽ അല്ലെങ്കിൽ 20000 താഴെ കിട്ടാവുന്ന ഒരു മികച്ച സാംസങ് ഫോൺ തന്നെയാണ്. വേറെ കാര്യങ്ങളൊന്നും കാര്യമായ ഡിഫറൻസ് ഇല്ല. F41ന്റെ കാര്യം നോക്കിയാൽ 64MP ക്വാഡ് ക്യാമറ തന്നെയാണ്. 32 മെഗാപിക്സൽ സെൽഫി തന്നെയാണ് വരുന്നത്. 6000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. 6.4 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണുള്ളത്. പ്രോസസർ 9611 തന്നെയാണ് അതിലും വരുന്നത്. സോ ഓവറോൾ ഈ 2 ഫോണുകളിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. പ്രൈസ് നോക്കി കഴിഞ്ഞാൽ M31s ആണെങ്കിൽ നിങ്ങൾക്ക് 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കടങ്ങുന്ന ഒരു സംവിധാനത്തിന് 6GB RAM 128GB സ്റ്റോറേജിന് 19500 വരുന്നുണ്ട്. അതേസമയം F41 ആണെങ്കിൽ 6GB RAM 128GB സ്റ്റോറേജിന് 18000 രൂപയെ വരുന്നുള്ളൂ. സോ ഇതിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഏതെടുത്താലും ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഞാൻ ഇത് ഇവിടെ ചുരുക്കി ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഫുൾ റിവ്യൂ കണ്ടു നോക്കി നിങ്ങളുടെ ആവശ്യത്തിന് ഓക്കെ ആണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം എടുക്കുക. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാൻ നിന്നാൽ ഇത് ഭയങ്കരമായിട്ട് ലാഗായി പോകും. മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. സോ സാംസങ്ങിന്റെ ഫോണിലേക്ക് വന്നാൽ M31ഉം F41ഉം ഉണ്ട്. M31നുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ M31s എടുക്കാം, അല്ലെങ്കിൽ F41 എടുക്കാം. അത് ഒരു തരത്തിലും പ്രശ്നമില്ല. രണ്ടും ഒരുപോലെ നല്ല യൂസർ എക്സ്പീരിയൻസ്, സെയിം ക്വാളിറ്റി നിങ്ങൾക്ക് തരും. ഇനി അടുത്തൊരു കാര്യം, നമുക്ക് ഈ ബ്രാൻഡുകളൊന്നും വേണ്ട, മോട്ടോയുടെ ഫോൺ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. മോട്ടോ 1 ഫ്യൂഷൻ പ്ലസ് എന്ന് പറയുന്ന ഫോൺ മോട്ടോയുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസറുണ്ട്. 64MP ക്വാഡ് ക്യാമറ, 5000 mAh ബാറ്ററി,
അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് 6.55 വരുന്ന ഡിസ്പ്ലേ. കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം വേറെ മോട്ടോയ്ക്ക് അവിടെ ഫോണുകളൊന്നുമില്ല. അതുകൊണ്ട് മോട്ടോ ഫോൺ വേണമെന്നുള്ളവർക്ക് ഇത് തന്നെയാണ് ഓപ്ഷൻ. ഇത് ഒരു ഡീസൻ്റ് ആയ ഓപ്ഷനാണ്. സ്നാപ്ഡ്രാഗൺ 730 എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിലെ മറ്റേ ഏത് ചൈനീസ് ഫോൺ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാലും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സെയിം ചൈനീസ് ഫോൺ തന്നെയാണ് മോട്ടോയും. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാം. മോട്ടോ എന്ന ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഡ്മി, റിയൽമി പോലെ തന്നെ അതേ പവറുള്ള ഒരു മോട്ടോ ഫോണാണ് മോട്ടോ 1 ഫ്യൂഷൻ പ്ലസ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോട്ടോയുടെ ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരെണ്ണം പരിഗണിക്കാവുന്നതാണ്. സോ ഈ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വാല്യൂ ഫോർ മണിയായ ഫോണുകളുടെ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇത് കൂടാതെ ഓഫ്ലൈനിൽ ഓപ്പോ, വിവോ ഫോണുകളൊക്കെ ധാരാളം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 15,000 റേഞ്ചിൽ കിട്ടുന്ന പോക്കോ M2 Pro അല്ലെങ്കിൽ റിയൽമി 7, റിയൽമി നാർസോ 20 Pro അങ്ങനെയുള്ള കുറേ ഫോണുകളുണ്ട്. അതിൻ്റെയൊക്കെ കൂടിയ റാം വേരിയൻറ്റുകൾ ഇവിടെ വരുന്നുണ്ടാവും. ബട്ട് അത് 8 GB റാമൊക്കെയാണ് ഈ 17-18 രൂപ റേഞ്ചിലേക്ക് വരിക. 8 GB റാമിൻ്റെ ഫോണുകൾ നിങ്ങളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. 6 GB റാം തന്നെ സഫീഷ്യൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഫോണുകളിൽ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 GB റാമും കിട്ടും. ആവശ്യത്തിന് ബെസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് കിട്ടും. 8 GB റാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ 15,000 രൂപ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു ഫോണിൻ്റെ കൂടിയ റാം വേരിയൻ്റ് എടുക്കാൻ ശ്രമിക്കേണ്ട. ഈ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു ഫോണിൻ്റെ 6 GB റാം തന്നെ എടുത്താൽ സഫീഷ്യൻ്റ് ആയിരിക്കും. ഇനി 8 GB റാം വേണം നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഒരു പ്രൈസിൽ 15,000-20,000 രൂപ റേഞ്ചിനിടയ്ക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഓപ്ഷനുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.